Hello, good afternoon all. Hello. Good afternoon, Miss. ഇപ്പോ എന്റെ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടാവോ? അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബാങ്കുകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ബാങ്കുകളുടെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ബാങ്കുകളുടെ? അപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമുക്കറിയാം, റിസർവ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ബേസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് അവർക്ക് അറിയാം, PSC അറിയാം. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ പ്രസ്താവന പോലെ ഇറക്കിയിട്ട് ഇതിൽ ശരി ഏതാണ്, ഒന്നും രണ്ടും ഇതിൽ ശരിയാണോ, അല്ലെങ്കിൽ ഏതാണ് അതിലെ ഓപ്ഷനായി തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. നമ്മള് പൊതുവെ അല്ലെ നമ്മുടെ ഈ ബാങ്കുകളെ കുറിച്ച് മിക്കവാറും പ്രത്യേകിച്ച് സ്റ്റേറ്റ് ബാങ്കിനെ കുറിച്ച് നമ്മൾ എന്തായാലും പഠിച്ചിട്ട് തന്നെ പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഇത്രയും എന്താ പറയാ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാം നോട്ട് ചെയ്ത് പോകണം. ഇൻ കേസ് അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ 2-3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആകെ ഒരു എന്താ പറയുക, ഇത് ശരിയാണോ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് വരും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് ക്യാച്ച് ചെയ്തിട്ട് പോവാം. നമുക്കറിയാം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നത്, അല്ലെ? ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് കേന്ദ്ര ബാങ്കായ സെൻട്രൽ ബാങ്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കറൻസിയൊക്കെ അല്ലെ, നമ്മുടെ ഇന്ത്യൻ കറൻസിയൊക്കെ അച്ചടിച്ചിറക്കുന്നത് ഏത് ബാങ്കാണ്? നമ്മുടെ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമായിട്ടാണ് രൂപീകൃതമായതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനതിങ്ങനെ കണ്ടിന്യൂസ്, അതായത് പഠിപ്പിച്ചു പോകുമ്പോ നിങ്ങൾ ഓർമ്മയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് കമ്മീഷന്റെ? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് ഔട്ട് ആയിട്ട് അവർ പ്രസ്താവനകൾ പറയും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ അത് ഇതേമാതിരി തന്നെ ഈ RBI എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളുടെയും കൂടി ഒരു കേന്ദ്ര ബാങ്കായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഏത് രാജ്യങ്ങളുടെ എന്നറിയുമോ? ആദ്യ കാലഘട്ടങ്ങളിൽ മറ്റു രാജ്യങ്ങളുടെയും ബർമ്മയുടെയും ഒപ്പം തന്നെ പാകിസ്ഥാന്റെയും കേന്ദ്ര ബാങ്കായിട്ടും ഈ റിസർവ് ബാങ്ക്, അതായത് നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുൻപ്, ആ കാലഘട്ടത്തിന് മുൻപ് മറ്റ് രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ പേരുകൾ ചോദിക്കാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബർമ്മയുടെയും പാകിസ്ഥാന്റെയും. ചിലപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ, എങ്കിലും ഇങ്ങനെ പ്രസ്താവനകളൊക്കെ വെച്ച് വരുന്നത് കൊണ്ട് എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ബാങ്കായിട്ട് ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ത് സ്വാതന്ത്ര്യത്തിന് മുൻപ്. പിന്നെ നമ്മളുടെ ഒരു ആക്ട് പ്രകാരം, ഒരു ആക്ട് വന്നതിന് ശേഷമാണ് ഇത് RBI സ്ഥാപിതമായത്. അപ്പൊ ആ ആക്ട് ഏത് വർഷമായിരുന്നു ഓർക്കുന്നുണ്ടോ? ആക്ട് വന്നിട്ടുണ്ട്. ഒരു ആക്ട് വന്നതിന് ശേഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1934 മാർച്ച് 6-ാം തീയതി പാസ്സാക്കിയ ആക്ട് പ്രകാരം, 1934 എന്ന് പറയുന്നുണ്ട്. ആ ഇയറിലെ ആക്ട് പാസ്സാക്കിയതിന് ശേഷമാണ് എന്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. അതെന്നാ രൂപീകൃതമായത്, സ്ഥാപിതമായത്? 1935 ഏപ്രിൽ 1 രൂപീകൃതമായി. അതുവരെ ഓക്കെ. നമുക്കറിയാം കമ്മീഷൻ പറഞ്ഞു, എന്താ പറയുക, അത് ഒരു ആക്ട് പ്രകാരമാണെന്ന് പറഞ്ഞു. ആ ആക്ടിന്റെ ഇയർ പറഞ്ഞു. നെക്സ്റ്റ് അത് സ്ഥാപിതമായ വർഷം പറഞ്ഞു, ഏപ്രിൽ 1 ആണെന്നും ഓർത്ത് വയ്ക്കുക. മാർച്ച് 6-ാം തീയതിയാണ് ആക്ട് പാസ്സാക്കിയത്. 1934 മാർച്ച് 6-ാം തീയതി. തന്നെ അത് സ്ഥാപീകൃതമായത് 1935 ഏപ്രിൽ 1. ഇങ്ങനെ അതിന്റെ ആസ്ഥാനം എന്താണ്? ഇപ്പോ RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. പക്ഷെ അതിന്റെ ഫസ്റ്റ് പ്ലേസ് ഏതായിരുന്നു? അതായത് രൂപീകൃതമായപ്പോ ആദ്യം അത് RBI സ്ഥാപിതമായത് എവിടെയാണെന്നറിയോ? അതിന്റെ ആസ്ഥാനം ഇപ്പോ മുംബൈ ആണ്, പക്ഷെ ആദ്യം അത് സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ്. അതൊരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ മുംബൈ ആണ് അതിന്റെ ആസ്ഥാനം, പക്ഷെ ആദ്യമായിട്ട് വന്നപ്പോൾ അത് കൊൽക്കത്തയിലാണ് രൂപീകൃതമായത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ എന്താണ് അതിന്റെ ആസ്തി? ആദ്യത്തെ സ്റ്റാർട്ടിങ്ങില് അതിലുണ്ടായിരുന്ന ആസ്തി എത്ര കോടിയായിരുന്നു?
5 കോടി. യെസ്, 5 കോടിയായിരുന്നു അതിന്റെ ആസ്തി എന്നുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷെ ഒന്നിച്ച് അത് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം എന്താണ്, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മറ്റ് നമ്മുടെ ഇന്ത്യയിലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം നൽകുന്ന ഒരു ബാങ്കായിട്ട്, കേന്ദ്ര ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, പ്രസ്താവനകൾ വരുമ്പോൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ്, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏത് ബാങ്ക്? ഈ ബാങ്കാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ തരുന്ന ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളുടെ എണ്ണം RBI പറയുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണ്? 4 ഇതുകളിലാണ് ഉള്ളത് അല്ലെ? 4 സ്റ്റേറ്റുകളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ടും എന്താണ്, അത് ഏതൊക്കെ പ്ലേസ് ആണ്? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. 4 പ്ലേസ് ആണ്: മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. അതിന്റെ ആസ്ഥാനം ചോദിക്കുമ്പോൾ മുംബൈ ആണ്. ഫസ്റ്റ് രൂപീകൃതമായ പ്ലേസ് ചോദിക്കുമ്പോൾ കൊൽക്കത്തയാണ്. ഓക്കെ. ഏറ്റവും കുറച്ച് കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയത് ആരാണ്? ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോയ കാര്യങ്ങളായിരിക്കും. ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ്, ഓർമ്മ പുതുക്കാം. ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയത് ആരാണ്? അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ് ആണ് ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്കില് ഗവർണറായിട്ട് പ്രവർത്തിച്ചത്. നമുക്കറിയാം അതിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന, റിസർവ് ബാങ്കിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് ഗവർണറാണ്. അദ്ദേഹമാണ് സൈൻ ഒക്കെ ചെയ്യുന്നത് അല്ലെ? നമ്മുടെ കറൻസികളിലൊക്കെ സൈൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹമാണ്. അപ്പം എന്താ പറയുന്നത്, അദ്ദേഹം കുറച്ചു കാലം എന്താണ് റിസർവ് ബാങ്ക് ഗവർണറായിട്ട് പ്രവർത്തിച്ചത് അമിതാവ് ഘോഷാണ്. ദെൻ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആരാണ്? ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നിങ്ങൾ ഇത് പഠിച്ചു എല്ലാവരും ഓർത്ത് വയ്ക്കുന്നത്. ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്നിച്ച് ശ്രദ്ധിച്ചു പോകണമെന്ന് പറയുന്നത്. ദെൻ ബാങ്കിന്റെ തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞേ, ബാങ്കിന്റെ റിസർവ് ബാങ്കിന്റെ തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗവർണർ. ഗവർണറെ കൂടാതെ എത്ര അംഗങ്ങളാണ് റിസർവ് ബാങ്കില് ഡയറക്ടർ ബോർഡിലുള്ളത്? പറയുമോ? ഡയറക്ടർ ബോർഡില് എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഗവർണറെ കൂടെ 21 പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. ഗവർണറെ കൂടാതെ നോക്കുകയാണെങ്കിൽ 20 പേഴ്സൺ ആണ് ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളത്. ഗവർണർ ഉൾപ്പെടെയാണെങ്കിൽ 21 ആണ്. അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗവർണർ നമ്മളുടെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് കൈകാര്യം ചെയ്യുന്നു. നെക്സ്റ്റ് ഡെപ്യൂട്ടി ഗവർണറായിട്ട് 4 പേരെയാണ് നിയോഗിക്കുന്നത്. ഡെപ്യൂട്ടി ഗവർണറായിട്ട് 4 പേരെയാണ് നിയോഗിക്കുന്നത്. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? നിലവിലെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. PSCക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ ഞാൻ പറയുന്നത്, ഇപ്പൊ പ്രത്യേകിച്ച് LDCക്ക് എനിക്ക് തോന്നുന്നത് 20 മാർക്ക് അല്ലെ? ആ ഉള്ള മാർക്കിൽ 20 മാർക്ക് കറണ്ട് അഫയേഴ്സിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും തന്നെ കുറച്ച് സമയം കറണ്ട് അഫയേഴ്സിന് വേണ്ടി നീക്കി വെക്കണം. കാരണം ഇത് ഒന്നാമത്തെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മാത്രമേ പെട്ടെന്ന് മെമ്മറിയിലേക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ നീക്കി വെക്കണം. അപ്പൊ എന്താണ്, ശക്തിദാസ് ആണ് കറണ്ടിലെ എന്താണ് നമ്മുടെ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. അദ്ദേഹം എത്രാമത്തെ ഗവർണറാണ്? എത്രാമത്തെ ഗവർണർ? നിങ്ങൾക്ക് വീക്കിലി ഇവിടുന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കൂടുതൽ ഇഷ്ടം എന്താ കറണ്ട് അഫയേഴ്സ് തരാനായിരുന്നു. പക്ഷെ ഇവിടെ വീക്കിലി ഇവിടുന്ന് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് അത്രയും തെരഞ്ഞെടുക്കാത്തത്. പക്ഷെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. പക്ഷെ കുറെ ഉണ്ട്, എങ്കിൽ കൂടി അത് 20 മാർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ കുറച്ച് മേഖലകൾ തിരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗവർണർ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കായികം അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ ലെവൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് എപ്പോഴും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്നും എന്താ പറയാ, കറണ്ട് അഫയേഴ്സിന് കുറച്ച് സമയം കൊടുക്കണം. നോക്കാം, നമുക്ക് ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ കുറച്ച് സമയം കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വരാം.
അപ്പോ അതില് നമ്മളിപ്പോ 21 പേര് ഉണ്ട് എന്ന് പറഞ്ഞു ഡയറക്ടർ ബോർഡില്. ഇപ്പോഴത്തെ നിലവിലത്തെ പേഴ്സൺ, അതായത് ഗവർണർ എന്ന് പറയുന്നത് ശക്തിദാസ് എന്ന് പറഞ്ഞു. അദ്ദേഹം 25ാമത്തെ ഗവർണറാണ്. എത്രാമത്തെ ഇതാണ്? 25ാമത്തെ ഗവർണറാണ് എന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ 21 എന്നുള്ള ഡയറക്ടർ ബോർഡിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോ ഫസ്റ്റ് പേഴ്സൺ ഗവർണർ ആവെന്ന് പറഞ്ഞു. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടാവും. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അവരുടെ പേരുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവരുടെ പേരെന്ന് പറയുന്നത് ഫസ്റ്റ് വണ് എം രാജശേഖർ റാവു, ഒരു ഡെപ്യൂട്ടി ഗവർണർ ആണ് എം രാജശേഖർ റാവു. ജെ സ്വാമിയാണ് നെക്സ്റ്റ് ഗവർണർ. ജെ സ്വാമിനാഥാണ് നെക്സ്റ്റ് ഗവർണറുടെ പേര്, അതായത് ഡെപ്യൂട്ടി ഗവർണറുടെ. ഞാൻ ഫസ്റ്റ് ഗവർണറിന്റെ പേര് പറഞ്ഞു ശക്തിദാസ്. ദെൻ ഡെപ്യൂട്ടി ഗവർണേഴ്സ് 4 പേര് ഉണ്ടായിരിക്കും എന്താ ഡയറക്ടർ ബോർഡില്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എം രാജശേഖരൻ റാവു ആണ്. ദെൻ നെക്സ്റ്റ് ജെ സ്വാമിനാഥ്. ദെൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ജെ സ്വാമിനാഥ്. തേർഡ് വൺ എന്ന് പറയുന്നത് ടി രവിശങ്കർ. ദെൻ ഫോർത്ത് വണ് എം സി പാത്ര. അങ്ങനെ 4 പേരാണ് ഡെപ്യൂട്ടി ഗവർണേഴ്സ്. ഇപ്പോഴത്തെ RBIയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിന്റെ പേരാണ് ഞാനിപ്പോ പറഞ്ഞത്. ഫസ്റ്റ് വണ് എം രാജശേഖർ റാവു, സെക്കൻഡ് ജെ സ്വാമിനാഥ്, തേർഡ് വൺ എന്ന് പറയുന്നത് ടി രവിശങ്കർ, ദെൻ ഫോർത്ത് വണ് എം സി പത്ര. അപ്പോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തു അല്ലെ? 21 പേരാണ് ഡയറക്ടർ ബോർഡിൽ അംഗമായിട്ടുണ്ടായിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഗവർണർ ആണ്. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ്. പിന്നെ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളായിട്ട് 2 പേരുണ്ടാവും. ആ ഡയറക്ടർ ബോർഡിൽ എന്താണ്? 2 പേര് ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളായിരിക്കും. 2 പേര് ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളായിരിക്കും. പിന്നെ പറയുന്നത് 10 പേര് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത ഡയറക്ടർമാർ. 10 പേരെന്ന് പറയുന്നത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത ഡയറക്ടർമാർ. 2 പേര് ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളായിട്ട്, പിന്നെ 10 പേരെന്ന് പറയുന്നത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത ഡയറക്ടർമാര്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 4 പ്ലേസുകൾ, 4 അതിന്റെ RBI ആസ്ഥാനങ്ങൾ ഇതായിട്ടുള്ള പ്ലേസുകളുണ്ട്, പ്രധാനപ്പെട്ട പ്ലേസുകളുണ്ട്. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി എന്നീ കേന്ദ്രങ്ങളിൽ നിന്നുള്ളത്, എന്നീ ആ ലോക്കലായിട്ടുള്ള ഏരിയകളിൽ നിന്നുള്ള 4 പ്രതിനിധികൾ. മുംബൈ, കൊൽക്കത്ത ആ ഓഫീസിലെ ചീഫായിട്ടുള്ള വ്യക്തികളായിരിക്കും. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി ആ മേഖലയിലെ പ്രതിനിധീകരിച്ചിട്ടുള്ള 4 പേര്. അങ്ങനെയാണ് 21 ഡയറക്ടർ ബോർഡ് എന്താണ് തീരുമാനങ്ങളൊക്കെ, അതിലെ പ്രധാന തീരുമാനങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാം വായ്പയെ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ പണപ്പെരുപ്പം, പണത്തിന്റെ ആ ഒരു ധനക്കമ്മി എന്തൊക്കെ വരുമ്പോഴും ഇവരാണ് തീരുമാനങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത്. അത് നടപ്പാക്കുന്നത് ഈ ഡയറക്ടർ ബോർഡ് വഴിയാണ്. അപ്പൊ ആ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 21 പേരാണ്. ഗവർണർ ഉൾപ്പെടെയാണ്. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്, അവരുടെ പേരുകൾ ഓർത്ത് വെക്കുക. ഒപ്പം 10 10 ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത ഡയറക്ടർമാരുണ്ട്, 2 ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുണ്ട്, 4 മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി എന്നിങ്ങനെ 4 മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ഓക്കെ അല്ലേ? ക്ലിക്കായോ? ഡയറക്ടർ ബോർഡിന്റെ ആ ഒരു ഭാഗം നിങ്ങൾ എന്തെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഒരു പ്രത്യേക പ്രസ്താവന വഴി വരുന്നത് കൊണ്ട് എല്ലാ പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ശരിയായത് തെറ്റായത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീണ്ടും ആ ഒരു ഡയറക്ടർ ബോർഡിന്റെ കാര്യം കഴിഞ്ഞു. അപ്പോ വീണ്ടും നമുക്ക് താഴേക്ക് പോകാം. അതായത് എന്താണ്, റിസർവ് ബാങ്കിന്റെ ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? കേന്ദ്ര ഡയറക്ടർ ബോർഡാണ്. ഈ കേന്ദ്ര ഡയറക്ടർ ബോർഡിന്റെ ഒരു കാര്യം കൂടി ഇവിടെ ചോദിക്കുകയാണ്. ഇങ്ങനെയൂടെ ഒരു പ്രസ്താവന വരികയാണെങ്കിൽ റിസർവ് ബാങ്കിന്റെ ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് പറയുന്നത് എന്തായിരിക്കും? കേന്ദ്ര ഡയറക്ടർ ബോർഡാണ്. ഈ റിസർവ് ബാങ്കിന്റെ കേന്ദ്ര ഡയറക്ടർ ബോർഡാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതിലേക്ക് പോകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്? സുധാ ബാലകൃഷ്ണൻ.
സുധാ ബാലകൃഷ്ണൻ. അദ്ദേഹമാണ് എന്താണ് ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത്. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിടാത്ത ഏക റിസർവ് ബാങ്ക് ഗവർണർ. നമുക്കറിയാം ഗവർണേഴ്സ് ആണ്, റിസർവ് ബാങ്കിന്റെ ഗവർണർ ആണ് കറൻസി നോട്ടിലേക്ക് സൈൻ ചെയ്യുന്നത്. അപ്പോ എത്ര തരത്തിലുള്ള എത്ര സൈൻ ഉണ്ടെന്ന് അറിയാമോ? എത്ര ഭാഷയിലുള്ള സൈൻ ഉണ്ടെന്ന് അറിയാമോ? 2 ഭാഷയിലുള്ള സൈനാണുള്ളത്. ഒന്ന് ഹിന്ദിയിലും മറ്റൊന്ന് ഇംഗ്ലീഷിലുമാണ് ആ ഗവർണർ സൈൻ ചെയ്യുന്നത്. അപ്പോ അത് ശ്രദ്ധിക്കുക, എത്ര ഭാഷയിലാണ് സൈൻ ചെയ്യുന്നത്? 2 ഭാഷയിലാണ്. അത് ഒന്ന് ഹിന്ദിയിലും മറ്റൊന്ന് ഇംഗ്ലീഷിലുമാണ് സൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തരത്തില് സൈനും ഇടാതെ തന്നെ ഒരു റിസർവ് ബാങ്ക് ഗവർണറായി ചാർജ് എടുത്ത് നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ജെയിംസ് ഓസ്ബോൺ സ്മിത്ത്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയിൽ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു? 500, 1000 അതൊക്കെ നമ്മൾ ഈ ഇടയ്ക്കല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതുവരെയും പ്രത്യേകിച്ച് ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ ടൈമില് പിൻവലിക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ? ഊർജിത് പട്ടേൽ. പിന്നെ വീണ്ടും രാജ്യാന്തര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. രാജ്യാന്തര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. നാണയനിധിയുടെ കാര്യം വരുമ്പോഴും എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നമ്മൾ ഓർത്തെടുക്കണം. ആ നിധിയെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എത്രയാണെന്നാണ് പറഞ്ഞത്? 5 കോടി. ഓക്കെ. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത. ഇതും നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചു പോയ കാര്യമായിരിക്കും. വനിത എന്നുള്ള ലേബലില് ആദ്യ ഗവർണറായ വ്യക്തി, ഇതിനൊക്കെ ചെയ്യാനൊക്കെ ഒരു വ്യക്തിക്ക് സാധിച്ചു. അപ്പൊ അതും ലേഡിയാണ്. അതുകൊണ്ട് തന്നെ അത് ഓർത്ത് വെക്കാം, KJ ഉദ്ദേശി. വീണ്ടും ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നത് വനിത. ഒരു വനിത KJ ഉദ്ദേശി ആണ് ഒരു വനിത. പിന്നെ എന്ന് പറയുന്നത് പിന്നെ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാട്ടോ. ശ്രദ്ധിക്കണം, ഗവർണർ അല്ലാട്ടോ, ഞാൻ മാറിപ്പോയി എന്ന് തോന്നുന്നു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യം നമ്മൾ കണ്ടു. ഡെപ്യൂട്ടി ഗവർണേഴ്സ് എത്ര പേരുണ്ടെന്നാ പറഞ്ഞത്? 4 പേര്. ഇപ്പോഴത്തെ കുറച്ച് പേര് നമ്മൾ പഠിച്ചു. അതിലെ ഒരു ലേഡി വന്നായിരുന്നു. ആ ലേഡിയുടെ കാര്യമാണ് KJ ഉദ്ദേശി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നമ്മള് കുറച്ചു കാലം മാത്രം ഒരു ഗവർണറായ വ്യക്തിയുടെ കാര്യം നമ്മൾ പഠിക്കും അല്ലെ? റിസർവ് ബാങ്കിലെ വളരെ കുറച്ചു കാലം റിസർവ് ബാങ്ക് ഗവർണറായത് അമിതാഭ് ഘോഷാണ് പറഞ്ഞു. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഗവർണറായത് എന്നുള്ള ചോദ്യം വരുമ്പോൾ മെഹ്ഗൽ രാമറാവു. ഓക്കെ. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടൈലർ ആണ്. ഓക്കെ. അപ്പോ കുറച്ച് പേരുകൾ നിങ്ങൾ അങ്ങോട്ട് മാറാതെ പഠിച്ചു വെക്കുക. എന്താണ്? ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ, കുറച്ചു കാലം മാത്രം ഗവർണറായത്, കൂടുതൽ കാലം ഗവർണറായത്, പിന്നെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ ലേഡി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെക്കുക. വീണ്ടും എന്താണ്? ഇന്ത്യയിലെ 100 രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ്? നമുക്കറിയാലേ, ഏത് നോട്ട് വരുമ്പോഴും ആ ഒപ്പ് ആരുടേതാണെന്ന് ചോദിച്ചാൽ എന്താണ്? റിസർവ് ബാങ്ക് ഗവർണറുടേതാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. ഈ ദേശസാൽക്കരിക്കപ്പെട്ട എന്നുള്ള കാര്യം വരുന്നപ്പോഴാണ് ഞാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോ ഈ ദേശസാൽക്കരിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട അവരെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബാങ്കുകൾക്ക് ഇങ്ങനെ ഇയേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഈ ഇയേഴ്സ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് 2-3 ഇങ്ങനെ ചോദ്യം വന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ഈ പ്രസ്താവന ശരിയാണോ? അപ്പൊ നമ്മൾ ദേശസാൽക്കരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ എല്ലാം തന്നെ പഠിച്ചു വെക്കണം. എന്നിട്ട് ചോദ്യം വരുമ്പോ ഈ പ്രസ്താവന വെച്ച് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ കറക്റ്റ് ശരിയായ പ്രസ്താവന ഏത്, ഇത് ശരിയേത്, AB എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കണ്ടായിരുന്നു ദേശസാൽക്കരിക്കപ്പെട്ട വർഷങ്ങളും ബാങ്കുകളും ഒക്കെ.
അപ്പൊ ശ്രദ്ധിക്കുക, ഇതില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എന്നാണ്? 1900 പറഞ്ഞോളൂ, 1949. 1949. ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? അങ്ങനെ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നത്. ഇനി ഏത് കമ്മീഷന്റെയും അതുകൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ആദ്യം തന്നെ പറഞ്ഞത് അതാണ്. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? പറഞ്ഞു. എന്താണ്? ഫിൽട്ടണിയങ്ങ കമ്മീഷനാണ്. പിന്നെ കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര തരത്തിലുണ്ടെന്ന് പറഞ്ഞു? ഏതൊക്കെ ഇതെല്ലാന്ന് പറഞ്ഞു? ലാംഗ്വേജ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഓക്കെ. 1 രൂപ നോട്ടില് ഒപ്പുവെക്കുന്നത് ആരാണ്? ധനകാര്യമന്ത്രി. ധനകാര്യ സെക്രട്ടറി. അതാണ്. ധനകീർത്തനിയങ്ങ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി, നമ്മളൊരു കമ്മീഷൻ വഴിയാണ് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞു. ആ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ്? നേരത്തെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചു പോയതായിരിക്കും, ഓർമ്മയെടുത്ത് നോക്കി. റീഡിംഗ് പ്രഭു. അതാണ്, റീഡിംഗ് പ്രഭു ആണ് ബ്രിട്ടാനിയങ്ങ കമ്മീഷൻ നിയമിച്ച വൈസ്രോയി. ഓക്കെ. ഇനി അപ്പോ നമ്മള് കുറച്ച് ഇയേഴ്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെയാണ് എന്താണ് ബാക്കി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒന്നിച്ച് പഠിക്കാതെ കുറച്ച് ഇയേഴ്സിന്റെ കാര്യം, കുറച്ച് പേരുകളുടെ കാര്യം, അതൊക്കെ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ മറക്കാതെ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഓട്ടോമാറ്റിക് പ്രോസസിംഗ് സെന്റർ 2020 സ്ഥാപിച്ചത് എവിടെയാണ്? ഇതുപോലത്തെ പുതിയ അറിവുകളാണ്. എന്താണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഓട്ടോമാറ്റിക് പ്രോസസിംഗ് സെന്റർ 2020 സ്ഥാപിച്ചത് എവിടെയാണ്? ജയ്പൂർ. എവിടെയാണ്? ജയ്പൂർ ആണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഓട്ടോമാറ്റിക് പ്രോസസിംഗ് സെന്റർ. 2020 അത് സ്ഥാപിക്കപ്പെട്ടത്. അത് എവിടെയാന്ന് ചോദിച്ചാല് എന്താണ്? ജയ്പൂർ. ഇനി വീണ്ടും നമ്മൾ ദേശസാൽക്കരിക്കപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ അശോക സ്തംഭത്തിന്റെ ചിത്രമുള്ള നോട്ടുകൾ ആദ്യമായി അച്ചടിച്ച വർഷം അത് കണക്ട് ചെയ്ത് പിടിക്കുക. അതും ഈ 1949 അശോക സ്തംഭത്തിന്റെ ചിത്രമുള്ള നോട്ടുകൾ ആദ്യമായി അച്ചടിച്ച വർഷം 1949 തന്നെയാണ്. 34, 35, 49 എന്നൊക്കെയുള്ള ഇയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അത് ഇതുമായി ബന്ധപ്പെട്ട ഇയേഴ്സുകളാണ്. പിന്നെ 1949 തന്നെ വീണ്ടും ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഇന്ത്യൻ നോട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ച വർഷം, ദേശസാൽക്കരിക്കപ്പെട്ട വർഷം, ഒപ്പം തന്നെ അശോക സ്തംഭത്തിന്റെ ചിത്രമുള്ള നോട്ടുകൾ ഉണ്ടാക്കിയ വർഷം, വീണ്ടും ഇന്ത്യൻ നോട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി നോട്ടുകളിൽ എന്താണ് ഉപയോഗിക്കുന്നത്? സെക്യൂരിറ്റി ത്രെഡുകൾ. അത് ഉപയോഗിക്കാൻ ആരംഭിച്ച വർഷം ചോദിച്ചാലും ഈ 1949 തന്നെയാണ്. അത് ഓർത്ത് വെക്കാം. നമ്മുടെ സെക്യൂരിറ്റി ത്രെഡുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് അതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ടാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്രാം ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ എത്രാം ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാല് എന്താണ്? 2ാം ഷെഡ്യൂളിലാണ് പ്രതിപാദിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്രാം ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? എന്താണ്? 2ാം ഷെഡ്യൂളാണ്. ഓക്കെ. അപ്പോ വീണ്ടും നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരം എത്ര രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാനാണ് റിസർവ് ബാങ്കിന്റെ അനുമതി ഉള്ളത്? ചോദ്യം ഇതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരം എത്ര രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാനാണ് റിസർവ് ബാങ്കിന്റെ അനുമതി ഉള്ളത്? എത്ര രൂപ വരെയുള്ളതാണ്? 10,000 രൂപ വരെ ഉള്ള അനുമതിയാണ് തന്നിരിക്കുന്നത് 1934 ആക്ട് പ്രകാരം. ക്ലിയറാണല്ലോ അല്ലെ? 10,000 രൂപ വരെയുള്ള നോട്ടുകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തില് ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണ്? പന. പന. മറ്റേ എന്താണ്? വൃക്ഷം. ഓക്കെ. അതിന്റെ മൃഗത്തിന്റെ പേരെന്താണ്? കടുവ. യെസ്, കടുവ. ആദ്യം ഏത് മൃഗമായിരുന്നു? ആദ്യം ഏത് മൃഗമായിരുന്നു?
സിംഹമായിരുന്നു. പിന്നീടാണ് അത് കടുവയായി വന്നത്. പിന്നെ ഈ പറഞ്ഞ പന അല്ലെ, എണ്ണപ്പന ഉള്ളതാണ് എന്താണ് അതിൽ ചെയ്തിരിക്കുന്ന വൃക്ഷം. ഓക്കെ, ഗുഡ്. ഓരോ ഇതുകളും നമ്മൾ ഓർത്ത് വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നേരത്തെ പറഞ്ഞതാണോ? ഓർത്ത് പറയുന്നത് ന്യൂഡൽഹി അല്ല, മുംബൈ. ആദ്യം സ്ഥാപിതമായത് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. പക്ഷെ അതിന്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. മുംബൈയാണ് പറഞ്ഞത്. നല്ല സോറി, ഞാൻ കേട്ടത് മാറിപ്പോയി തോന്നുന്നു, ഡൽഹി ആയിട്ട് കേട്ടത്, സോറി. അത് നിങ്ങൾ ഓർത്ത് പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ നിരക്ക് അത് എന്താണ്? ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? ആ പലിശ നിരക്കിന് ബാങ്കുകളിൽ നമ്മളൊക്കെ അറിയാം, എന്തെങ്കിലും അല്ലെ, പണത്തിന്റെ പണപ്പെരുപ്പം, റിവേഴ്സ് റിപ്പോ. ആ വേർഡുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയാം ഇത്ര ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ആൻസർ ചെയ്യണം. മിക്കവാറും എനിക്ക് തോന്നണു ആൻസേഴ്സ് വായിച്ച് നമ്മള് വരുമ്പോഴേക്കും നമ്മുടെ എന്താ പറയാ സമയം അത്രയും അങ്ങോട്ട് പോകും. അതേസമയം ആൻസർ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് ആൻസേഴ്സിൽ കളക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സമയത്തിനുള്ളിൽ തന്നെ ആൻസർ നമുക്ക് ഒപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചോദിക്കുക. ഇപ്പൊ കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആൻസേഴ്സ് വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആൻസേഴ്സ് വരുമ്പോൾ നമുക്ക് അധികം സമയത്തിന്റെ ആ ലാക്ക് വരില്ല. ഇപ്പൊ റിവേഴ്സ് റിപ്പോ നിരക്കാണ് എന്താണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? വായ്പ അല്ലെ, ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ, അങ്ങനെ പലിശ എന്ന നിരക്ക് അതെന്താണ്? റിവേഴ്സ് റിപ്പോ നിരക്ക്. ഇന്ത്യയിൽ ബാങ്കിങ് രംഗത്തെ പരമാധികാരി എന്ന വിശദീകരിക്കപ്പെടുന്ന സ്ഥാപനം, അങ്ങനെ ഒരു ചോദ്യം. അതായത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ചോദ്യത്തിന്റെ ആ ഒരു ഇത് വ്യത്യാസം വന്നതേ. ഇന്ത്യൻ ബാങ്കിങ് രംഗത്തെ പരമാധികാരി എന്ന് ചോദിക്കുമ്പോൾ എന്താണ് വിശദീകരിക്കപ്പെടുന്ന സ്ഥാപനം ഏതായിരിക്കും? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച സമയത്തെ ഗവർണർ, ഉദാരവൽക്കരണം നടന്ന വർഷം ഏതാണെന്ന് ഓർത്തുവെക്കണം. 1991 ഉദാരവൽക്കരണം എന്ന സംഭവം നടന്നത് എന്താണ്? 1991 ആ സമയത്തെ എന്താണ് ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരിക്കും? പഠിച്ച കുറെ പേരുകളുണ്ടല്ലേ, ഗവർണേഴ്സിന്റെ ഒക്കെ മനപ്പാടം നമ്മൾ പഠിച്ചു പോകുന്നത് ഇങ്ങനെ ഓരോ ഇതുകളും. അപ്പൊ അതൊന്ന് ഏതെങ്കിലും ഒരു ഗവർണറിന്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ 1991 ടൈമില് ഗവർണർ വെങ്കട്ടരാമനാണ് എന്നതാണ് ഉദാരവൽക്കരണത്തിന്റെ തുടക്കം കുറിച്ച സമയത്ത് ഗവർണറായിട്ടുള്ളത്. അത് എന്നാണ്? 1991. ഇന്ത്യയിലെ ബാങ്കിങ് രംഗത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനം പറഞ്ഞോ വീണ്ടും? ബാങ്കിങ് രംഗത്തെ നിയന്ത്രിക്കുന്നത്, ഉപദേശം നൽകുന്നത്, അല്ലെങ്കിൽ പരമാധികാരി, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഓർത്ത് വെച്ചോളണം. എന്താണ് ആൻസർ? റിസർവ് ബാങ്ക്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ റിപ്പോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നേരത്തെ ചോദിച്ചു എന്താണ്? പലിശ. ഓക്കെ, റിവേഴ്സ് റിപ്പോ. ഇങ്ങനെ വന്ന് ചോദിച്ചാലും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. എന്താണ് റിപ്പോ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയെ കുറിച്ച് ാണ് എന്താണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഇനി കാഴ്ച വൈകല്യമുള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പ്. ഇതിലെന്താ പറയുന്നത്? കാഴ്ച വൈകല്യമുള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഭാരതീയ, അത് തന്നെയാണ് മണി അല്ലെ, മണി. എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ്? മൊബൈൽ എയ്ഡ് നോട്ട് ഐഡന്റിഫയർ. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ, അതാണ് മണിയുടെ ഫുൾ ഫോം. അതൊക്കെ ഓർത്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. എപ്പോഴും എക്സാമിനൊക്കെ ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ട സമയത്തെ RBI ഗവർണർ ഏതാണ്? എന്നാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്? ഏത് ഡേറ്റിലാണ്? 1949. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ടൈമില് ഗവർണർ ആരായിരുന്നു? സിദ്ധി ദേശ്മുഖ് ആയിരുന്നു ആ ടൈമിലെ ഗവർണർ എന്ന് പറയുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയ അല്ലേ? വലിയ കുഴപ്പമില്ലാതെ ഇത്തരം ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഞാൻ ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ രൂപേണയാണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. ശ്രദ്ധിക്കുക, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, നമുക്കറിയാം അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചപ്പോ മനസ്സിലായി. ഇനി പ്രസ്താവന 2, ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് നബാർഡാണ്. നിങ്ങൾ വേറൊരു ബാങ്കിനെ കുറിച്ചിട്ട് പഠിക്കണം. അപ്പൊ ബാങ്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. നമ്മൾ അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകും. നമ്മൾ ഇയേഴ്സ് പഠിക്കും, എന്താ പറയുക, ഗവേണേഴ്സിന്റെ പേരുകൾ പഠിക്കും, കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ ഇപ്പോഴത്തെ ക്വസ്റ്റിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്ന് പറഞ്ഞ പ്രസ്താവന 1 പറയുന്നു, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പ്രസ്താവന 2 പറയുന്നു, ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് നബാർഡാണ്. നിങ്ങൾ നബാർഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് അതുകൊണ്ട് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിലെ പ്രസ്താവന 1 പറയുന്നു, പ്രസ്താവന 1 ശരി 2 തെറ്റ്. പ്രസ്താവന ബിയിൽ പറയുന്നു, പ്രസ്താവന 2 ശരി. ഞാൻ പറയുന്നുണ്ടോ? നിങ്ങളിത് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി മാത്രമുണ്ട്. അതായത് നിങ്ങൾ പഠിക്കേണ്ട രീതി ഇനിയായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രസ്താവന 2 ശരി 1 തെറ്റെന്നാണ് ബിയിൽ പറയുന്നത്. നെക്സ്റ്റ് സിയിൽ പറയുന്നു 2 പ്രസ്താവനകളും ശരി. നെക്സ്റ്റ് ബിയിൽ പറയുന്നു 2 പ്രസ്താവനകളും തെറ്റ്. നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുക? ഞാൻ ഒന്നും കൂടി ഓപ്ഷൻസ് പറയാം, വെയിറ്റ് ചെയ്യുക. ഒന്നും കൂടി ഓപ്ഷൻസ് പറയാം. പ്രസ്താവന 1 ശരി 2 തെറ്റ്. ബി പറയുന്നു പ്രസ്താവന 2 ശരി 1 തെറ്റ്. സി പറയുന്നു 2 പ്രസ്താവനകൾ ശരി. ഡി പറയുന്നു 2 പ്രസ്താവനകളും തെറ്റും. ആൻസർ എന്തായിരിക്കും? സി. സി ആണ്. കാരണം രണ്ടും എന്താണ്? പ്രസ്താവന 2 ശരി തന്നെയാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആയത് ബാങ്ക്? നമ്മളിപ്പോ പഠിച്ചു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ബാങ്കുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്, റിപ്പോ നിരക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ ചെയ്യുന്ന കാര്യം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവർക്ക് പ്രസ്താവനയായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഇടാം. ഡേറ്റുകളുടെ കാര്യം ഇടാം. അപ്പൊ അത് ശ്രദ്ധിച്ച് നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വീണ്ടും പറയുന്ന ചെറുകിട വായ്പകളുടെ നിയന്ത്രണം, അത് നബാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ 2 എണ്ണം കണക്ട് ചെയ്ത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആൻസർ നമ്മളെ കൊണ്ട് അവര് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ ഭാഗം പഠിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോവുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം കവർ ചെയ്താൽ നമുക്കത് തീരില്ല. മറ്റു കാര്യങ്ങൾ കൂടി കുറച്ചും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം പഠിച്ചിട്ട് പോയി നമുക്ക് ഈ ആൻസർ ചെയ്യാനായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവും. നബാർഡിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് വന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ മൊത്തത്തിൽ നമ്മളൊന്ന് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു വെക്കണം. എന്നിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എന്താണ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. ഇതിൽ പ്രസ്താവന 1 പറയുന്നത്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. അതിലെ പ്രസ്താവന 1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഡയറക്ടർ ബോർഡാണ്. റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഡയറക്ടർ ബോർഡാണ്. വീണ്ടും പ്രസ്താവന 2 പറയുന്നു, ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയാണ്. പ്രസ്താവന 2 പറയുന്നു, ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയാണ്. അപ്പോ ഇതില് നോക്കുക, ഇതില് വീണ്ടും ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നേക്കാം. അതാണ് പ്രസ്താവന 1 ശരി, പ്രസ്താവന 2 തെറ്റ്. വീണ്ടും പ്രസ്താവന 2 ശരി 1 തെറ്റ്. വീണ്ടും സി പറയുന്നു 2 പ്രസ്താവനകളും ശരി. ഡി പറയുന്നു പ്രസ്താവനകൾ 2 തെറ്റ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾക്ക് എന്താണ്, കുറച്ച് അറിവ് നേടേണ്ടതുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഡയറക്ടർ ബോർഡാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലെ? ഇതാണ് ആക്ട് പ്രകാരം എന്താണ് കേന്ദ്ര ഡയറക്ടർ ബോർഡ്. ഈ ഡയറക്ടർ ബോർഡിൽ ഇത്ര 21 അംഗങ്ങളുണ്ട്. 1 ഗവർണർ ആണ്, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ 10ന്റെ എന്താ പറയുക പ്രൊപ്പോർഷനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ചിലപ്പോ ഇത് വെച്ചായിരിക്കും ചിലപ്പോൾ ഡയറക്ടർ ബോർഡുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് നിരത്തിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അത് നമുക്ക് ഓക്കെ ക്ലിയർ ആണെന്ന് മനസ്സിലായി. പ്രസ്താവന 2 പറയുന്നു, ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയാണ്.
അപ്പൊ കേന്ദ്ര ധനമന്ത്രി, അതില് ധനമന്ത്രിക്ക് ഒരു ഇതുണ്ട് അല്ലെ, ഡയറക്ടർ ബോർഡില് ഒരു തീരുമാനമെടുക്കാനുള്ള മേഖല കൂടിയുണ്ട്. നമുക്കറിയാം ഈ കേന്ദ്ര ഡയറക്ടർ ബോർഡില് ഈ എന്താണ് ഈ മെമ്പർഷിപ്പാണ് അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞു, രണ്ട് ധനമന്ത്രി, ധനവകുപ്പിൽ നിന്ന് 2 പേര് അന്നത്തെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഏത് ഡയറക്ടർ ബോർഡില്. അപ്പൊ അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്താണ് അവിടെയുണ്ട്. ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് നൽകുന്ന ഒരു മന്ത്രിയും അവിടെ ഉള്ളത് കൊണ്ട് അത്തരം ഡിസിഷൻസും അതിനോടൊപ്പം എടുക്കും. ആ ഡയറക്ടർ ബോർഡ് തീരുമാനിക്കുന്നതോടൊപ്പം എടുക്കും. അപ്പൊ നമുക്ക് എന്തായിരിക്കും പ്രസ്താവന? ഇതിലെ ഫസ്റ്റ് ഈ ഓപ്ഷനിൽ ഏതായിരിക്കും പ്രസ്താവന? 1 ശരി 2 തെറ്റാണോ? യെസ്, 2 പ്രസ്താവനകളും ശരിയാണ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കുറച്ച് ഇയേഴ്സും അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളുടെ പേരുകളും കാര്യങ്ങളും മാത്രം ഗ്രഹിച്ചാൽ പോരാ. നമ്മളിത് എന്താ പറയുക, ഒരു നല്ല രീതിയിൽ അവയർനെസ്സോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ വീണ്ടും അതില് നമ്മുടെ SCRT-യുടെ ഒരു സിലബസ് അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. അതായത് എന്താ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പൊ ഇങ്ങനെ പ്രസ്താവനകൾ കണക്കാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, കൂടുതൽ അവയർനെസ് അറിയപ്പെടണം. ഇതിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടണം. കുറച്ച് ഇയേഴ്സും പേരുകളും മാത്രമല്ല ഇപ്പൊ ക്വസ്റ്റ്യൻസിൽ വരുന്നത്, അതും വേണം, ഇല്ലാന്നല്ല, ഇതും കൂടി ശ്രദ്ധിച്ച് നമ്മൾ പോകണം. അപ്പൊ ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ ഏതൊക്കെയാന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട് അച്ചടിച്ചിറക്കൽ അല്ലെ. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ RBI ആണ് നോട്ടുകളെല്ലാം അച്ചടിച്ചിറക്കുന്നത്. അപ്പൊ അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിച്ച ശേഷമാകും നോട്ട് ഇറക്കുക. വെറുതെ അല്ല നോട്ട് ഇറക്കുന്നത്, അവർക്ക് അത് കരുതലായിട്ടുള്ള ഒരു മൂല്യം അവിടെ ഉണ്ടായിരിക്കണം. അതനുസരിച്ചിട്ടാണ് ഇവർ നോട്ട് അച്ചടിച്ചിറക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അതിൽ പഠിപ്പിക്കുന്നത് SCRT പറയുന്നത്, നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിച്ച ശേഷമാകും നോട്ട് അടിച്ചിറക്കുക. അപ്പൊ ഫസ്റ്റ് ധർമ്മം എന്ന് പറയുന്നത് നോട്ട് അച്ചടിച്ചിറക്കുകയാണ്. ഇപ്പൊ നമ്മള് ഈ ധർമ്മങ്ങളിൽ 5-6 ധർമ്മങ്ങളുണ്ട്. അപ്പൊ ഈ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ധർമ്മങ്ങളിൽ പെട്ടത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഫസ്റ്റ് ധർമ്മം ഞാൻ പറഞ്ഞു, നോട്ട് അച്ചടിച്ചിറക്കലാണ്. അങ്ങനെ അച്ചടിച്ചിറക്കണമെങ്കിൽ എന്താണ്, നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിച്ച ശേഷമാകും നോട്ട് ഇറക്കുക. നെക്സ്റ്റ് രണ്ടാമതായിട്ട് പറയുന്നത് വായ്പ നിയന്ത്രിക്കൽ. നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത്, വായ്പ നൽകുന്നത് വഴിയോ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പണ ലഭ്യത വർദ്ധിക്കുന്നത്. നമുക്കറിയാം വായ്പ നൽകുന്നത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. മറ്റു ബാങ്കുകൾക്ക് വായ്പകൾ നൽകുന്നത് ഇത് തന്നെയാണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വായ്പ നൽകുന്നത് അനുസരിച്ചാണ് എന്താ പറയുക, നമ്മുടെ ഇതിലേക്ക് അത്യാവശ്യം പണം ഒഴുക്ക് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുകയും വായ്പ നൽകുന്നത് വഴിയോ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പണ ലഭ്യത വർദ്ധിക്കുന്നത്. വായ്പ നിയന്ത്രണം RBI പ്രധാന ചുമതലയാണ്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ പറയുക, ശ്രദ്ധിച്ച് ഓരോ പോയിന്റും നോട്ട് ചെയ്ത് പോകുക. എന്താണ് വായ്പ നിയന്ത്രിക്കൽ എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ, നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുകയും വായ്പ നൽകുന്നത് വഴിയോ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പണ ലഭ്യത വർദ്ധിക്കുന്നത്. വായ്പാ നിയന്ത്രണം RBI പ്രധാന ചുമതലയായിട്ടാണ് കൊണ്ടുപോകുന്നത്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. ഓക്കെ, ചിലപ്പോഴൊക്കെ അല്ലെ പണത്തിന്റെ ആ ഒരു ലഭ്യതയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പലിശ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യും. അത് ഇവര് ഡയറക്ടർ ബോർഡ് തീരുമാനത്തിലെത്തുന്നത് ആ മൂല്യം, നമ്മുടെ പണത്തിന് മൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പ നമ്മളല്ലേ മേടിക്കാനായിട്ട് നമുക്ക് സമ്മതമായിരിക്കും. പലിശ നിരക്ക് കൂടുമ്പോൾ അത്രയും പലിശയ്ക്ക് നമ്മൾ ഇങ്ങനെ വായ്പ എടുക്കുന്നത് നമ്മൾ തന്നെ അല്ലെ, നമ്മൾ സാധാരണ അങ്ങനെയാണ്. അപ്പോൾ വായ്പ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു, പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു. അങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്താണ്, രണ്ടാമത്തെ പ്രധാന ധർമ്മമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വായ്പ നിയന്ത്രിക്കൽ എന്നുള്ള ധർമ്മത്തിൽ പറയുന്നതാണ് ഇക്കാര്യം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട് അച്ചടിച്ചിറക്കല്, രണ്ടാമത്തത് വായ്പ നിയന്ത്രിക്കൽ. വായ്പ നിയന്ത്രിക്കുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞു. എന്താണ്, കൂടുന്നതനുസരിച്ച് പലിശ കൂടുന്നതനുസരിച്ച് വായ്പയുടെ അളവ് കുറയ്ക്കായിരിക്കും. പിന്നെ പലിശ കുറയുമ്പോൾ കൂടുതൽ വായ്പ വരും. അങ്ങനെ ഒരു ഒഴുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ആ കൺട്രിക്ക് ആവശ്യമായ പണത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ലഭ്യമാക്കുന്നു.
മൂന്നാമതായിട്ട് സർക്കാരിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഏത് ബാങ്കാ? RBI ആണ്. എന്താന്ന് നോക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ടും മറ്റ് ബാങ്കിങ് നിക്ഷേപങ്ങൾ സ്വീകരിക്കും. ശ്രദ്ധിക്കാം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പകൾ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവർക്ക് ചിലപ്പോ എന്താ പറയുക, സർക്കാരിന് ആവശ്യമായ വായ്പ നൽകും, ഒപ്പം തന്നെ എന്തെങ്കിലും ബാങ്കിങ് സൗകര്യങ്ങളോ സേവനങ്ങളോ എല്ലാം അവർക്ക് നൽകും. സർക്കാരുമായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് RBI ഒരു വിധത്തിലും പ്രതിഫലം വാങ്ങുന്നുമില്ല. ഒരു വിധത്തിലും ഇത് പ്രതിഫലം ഒന്നും വാങ്ങാതെ തന്നെയാണ് സർക്കാരിന് ആവശ്യമായ വായ്പ. പക്ഷെ വായ്പയൊക്കെ നൽകുമ്പോൾ പലിശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടായിരിക്കും അവർ കൈകാര്യം ചെയ്ത്. പക്ഷെ പ്രത്യേകിച്ച് ഇതുകളൊന്നും അതായത് ബാങ്ക് നമ്മളുടെ ഇതിന് നിലനിന്ന് പോകാനായിട്ട്, പണത്തിന്റെ മൂല്യം നിലനിന്ന് പോകാൻ ആവശ്യമായ ഡയറക്ഷൻ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് RBI എന്നുള്ള കാര്യത്തിനെയാണ് നമ്മൾ ഇവിടെ വിവരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണിത്. അത് പറയുന്നു, സർക്കാരിന്റെ ബാങ്കായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കും, അവർക്ക് വായ്പകൾ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുമായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് RBI ഒരു വിധത്തിലും പ്രതിഫലം വാങ്ങുന്നില്ല എന്നാണ് CRT പഠിപ്പിക്കുന്നത്. അപ്പൊ വീണ്ടും നാലാമത്തെ ധർമ്മത്തിൽ പറയുന്നത്, ബാങ്കുകളുടെ ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും എന്താ പറയുക, പരമോന്നത ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഏത് ബാങ്കാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഒരു ധർമ്മം നമ്മൾ പറഞ്ഞു, എന്താണ്? നോട്ട് അച്ചടിച്ചെടുക്കുന്നു. രണ്ടാമതായിട്ട് വായ്പ നിയന്ത്രിക്കുന്നു. മൂന്നാമതായിട്ട് സർക്കാരിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. നാലാമതായിട്ട് ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് അഞ്ചാമതായിട്ട് പറയുന്നത്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരനായിട്ട് പ്രവർത്തിക്കുന്നതും ഏതാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ധർമ്മങ്ങൾ 5 കഴിഞ്ഞു. ഒരു ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും ഏത് ബാങ്കാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി പോയോ? അതായത് ധർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രസ്താവനകൾ വെച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കളക്ട് ചെയ്തത്. കാരണം ഇതൊരു ധർമ്മങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് വന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായാൽ, അങ്ങനെ ഒരു CRT ആണ് മെയിനായിട്ട് ഇവര് എന്താ പറയാ എടുക്കുന്നതെങ്കിലും, ക്വസ്റ്റ്യൻസിനൊക്കെ പ്രധാനമായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യമാണ് എന്താ? റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. എപ്പോഴും അത് ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ ആ പ്രധാന ധർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നോട്ട് അച്ചടിച്ചിറക്കല്, വായ്പ നിയന്ത്രിക്കല്, സർക്കാരിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നു. അങ്ങനെ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. കിട്ടിയതോ? എന്തെങ്കിലും മനസ്സിലായോ ഇപ്പൊ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തെരഞ്ഞെടുത്തത്. ക്ലിയർ ചെയ്തോ? സർക്കാരിന്റെ ബാങ്ക് എന്ന് പറയുന്നതിൽ അതിൽ പലിശയൊന്നും വാങ്ങില്ല എന്നാണോ? അതില് പ്രത്യേകിച്ച് അവർ എടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവര് അതിന് പ്രതിഫലമൊന്നും വാങ്ങിക്കുന്നില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ നമ്മള് എല്ലാത്തിനും പലിശ അവര് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് നമ്മളെപ്പോഴും കൊടുക്കൂലേ? അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചിന്തിച്ചുകൂടെ? അങ്ങനെ പിന്നെ എളുപ്പമല്ലേ, സർക്കാരുകൾക്ക് എപ്പോ ആവശ്യമുണ്ടെങ്കിലും ഇവിടെ കൊടുക്കൂലേ? പക്ഷെ അവര് നിശ്ചിതമായ ആ ഡയറക്ടർ ബോർഡ് അംഗീകരിച്ച് ഇത്തരത്തിലുള്ള വായ്പകൾ, ഇനിയൊന്നും ഒരു വായ്പയും നമ്മൾ കിട്ടില്ല എന്നൊക്കെ പറയില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കേരള സർക്കാർ തന്നെ എന്തെങ്കിലും വായ്പകൾ ചെല്ലുമ്പോൾ അവര് കൊടുക്കില്ല അല്ലെങ്കിൽ കൊടുക്കും എന്നുള്ള ഇതിലേക്ക് വിലയിരുത്തൂലേ? അത് അങ്ങനെ ഒരു ലേബലിലേക്ക് കൊടുക്കാനായിട്ട് സാധ്യത വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതായത് നമുക്ക് ലഭിക്കാനായിട്ടുള്ള അർഹതപ്പെട്ടതാണെങ്കിൽ കൂടി അവരുടെ മന്ത്രിസഭാ യോഗത്തില് അത് നിശ്ചയിച്ച് ഇത് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ പണം അത് കൂടുതൽ എന്താ പറയാ മൂല്യം ഇല്ലാതെയാവോ എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത്, സർക്കാരിന്റെ ബാങ്ക് എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കും, പിന്നെ അവർക്ക് വായ്പകൾ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ, അങ്ങനെ തന്നെയാണ് അത് നിർവചിക്കുന്നത്, അവർക്ക് വായ്പകൾ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുമായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് RBI ഒരു വിധത്തിലും പ്രതിഫലം വാങ്ങുന്നില്ല.
അതായത് അവരുടെ ആ കൺസെപ്റ്റ് അനുസരിച്ച് മറ്റു ബാങ്കുകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും റിട്ടേൺ അവർ ആ ബാങ്കുകളും പ്രതീക്ഷിക്കൂലേ. അപ്പൊ എന്തെങ്കിലും ഒരു കോംപ്രമൈസേഷൻ ഉണ്ടാവും. പക്ഷെ ഇത്തരം സേവനങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടനിലക്കാരനായിട്ട് റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു ബാങ്കിൽ നിന്നും കടം അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കുകയും തിരിച്ചു ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കുകയും അത് നിലനിർത്തി പോവാനൊക്കെ ആയിട്ട് ചിലപ്പോ ആ ബാങ്കൊക്കെ ഡൗൺ ആയി പോവുകയാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചില നിക്ഷേപങ്ങളൊക്കെ ആ ബാങ്കിൽ നിക്ഷേപിക്കും. നമ്മൾ ദേശസാൽക്കരണത്തിൽ പ്രധാനമായിട്ടും അങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു ബാലൻസിങ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ഉപദേശകരായിട്ടും എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നതും എന്താണ് ഇവര് തന്നെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകുമായിരിക്കും. പക്ഷെ ഇത് പറയുന്നു എന്താ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും RBI വാങ്ങുന്നില്ല എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. പലിശ ഇനത്തിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? കുറച്ചും കൂടി ബാങ്കിങ് ആരെങ്കിലും കയറിയിട്ടുണ്ടോ? ഞാൻ എന്തായാലും ബാങ്കിന്റെ ഒരു ചെറിയ പോർഷൻസ് എടുത്തോളൂ. ഇൻ കേസ് എനിക്ക് തോന്നുന്നു എന്തായാലും കുറച്ചും കൂടി നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് കൊണ്ട്. അപ്പൊ മിക്കവാറും ഞാൻ ഇതൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം. ഈ ഒരു ഉണ്ട് അത് ആ നിർവചനത്തിൽ എന്താണ് പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്നതെന്നുള്ളതിനോട്ടേക്ക് പറയാം. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുകയും ചെയ്യാം. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ടായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് മാർക്കുകൾ വരുമ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് എപ്പോഴും നമ്മള് പഠിക്കാതെ പറയുന്ന മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ്. അപ്പൊ അതെന്തായാലും അങ്ങനെ തന്നെയായിട്ട് പോവാനായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്നതിനൊപ്പം ഇതിന്റെ ആ ഒരു രീതി അല്ലെ, എക്സാംസിന്റെ ഒരു രീതിയും കൂടി നമ്മൾ മുൻകരുതിയിൽ എടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്ത് RBI, ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്ന് ഒരു ചോദ്യമുണ്ട് എങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്നുള്ള ചോദ്യം വന്നാൽ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ നമ്മളുടെ കേരളത്തിന്റെ ഒരു ആസ്ഥാനം, കേരളത്തിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അതെവിടെയാണ്? കേരളത്തിലെ അതിന്റെ പ്രോപ്പർ പ്ലേസ് എങ്ങാനും ചോദിച്ചാല് എന്താണ്? വെക്ടറി ജംഗ്ഷൻ അല്ലെ, അങ്ങനെ എന്തെങ്കിലും എങ്ങനെയെന്ന് അറിയില്ല. എനിവേ തിരുവനന്തപുരമാണ് ആസ്ഥാനം. വെക്ടറി ജംഗ്ഷനിലുള്ള ഇതാണ് സ്ഥാപനമാണ് എന്ത്? RBIയുടെ നമ്മുടെ കേരളത്തിന്റെ ആസ്ഥാനം. പിന്നെ അതിന്റെ ഒരു ശാഖ എവിടെയുണ്ട്? RBIയുടെ ഒരു ശാഖ ഒരു പ്ലേസിലും കൂടെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അതെവിടെയാണെന്ന് അറിയാമോ? കൊച്ചിയിലാണ്. അതിന്റെ RBIയുടെ ഒരു ശാഖയായിട്ട് കൊച്ചിയിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ആസ്ഥാനം ചോദിച്ചാല് തിരുവനന്തപുരം, അതിന്റെ ഒരു ശാഖയായിട്ട് കൊച്ചിയിലും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതില് വീണ്ടും ഒരു കാര്യം പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ചോദിച്ചാല് നമ്മുടെ വിനിമയ നാണയ മൂല്യത്തിന്റെ കാര്യം പോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ, അതായത് ഷെയർ ഹോൾഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചാലും ഇത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ 1937 ഈ ആസ്ഥാനം മുംബൈയില് നമ്മള് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. നമ്മൾ പറഞ്ഞു 1935 മുതലായിട്ടാണ്, ഏപ്രിൽ 1 തുടങ്ങിയ സ്ഥാപിതമായത്. അതിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു മുംബൈ ആണ്. പക്ഷെ ആദ്യം അത് നമ്മൾ പറഞ്ഞു കൊൽക്കത്തയിലാണ് ആ സ്ഥാപനം ഉണ്ടായത്. പക്ഷെ കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് മുംബൈയില് അതിന്റെ ആസ്ഥാനം വന്നപ്പോൾ അത് ഏത് ഇയർ ആണെന്ന് ചോദിച്ചാൽ 1937 അങ്ങനെ ഒരു ഇയർ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ അതിന്റെ ആസ്ഥാനം 1935 തന്നെ നമ്മൾ എഴുതി പോകും. അപ്പൊ അവിടെയല്ല, ആസ്ഥാനം ശരിക്കും മുംബൈ ആണെങ്കിലും അവിടെ മുംബൈയില് 1937 തുടങ്ങിയിട്ടാണ് ഇത് ആസ്ഥാനമായി മാറിയത്. ആദ്യം കൊൽക്കത്തയിലായിരുന്നു ഇതിന്റെ ആസ്ഥാനം. അത് ഓർത്ത് വെക്കുക. ആ ഇയർ അല്ല ഇപ്പൊ എന്താ പറയുക, ഇപ്പോൾ തന്നെ മുംബൈ ഇപ്പോൾ നിലവിലുള്ള ആസ്ഥാനത്തിന്റെ ഇയർ 1937 ആണ്. ഇനി പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഹില്ലിംഗ്ടൺ അതിന്റെ ആ ഒരു ശുപാർശ പ്രകാരമാണ്. അപ്പൊ അത് 19
1926 അത് വന്നത്. മിൽട്ടൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം അത് ചോദിച്ചു കഴിഞ്ഞാലും 1926 ആണ്. അപ്പൊ അത്തരം ഇയേഴ്സുകൾ നമ്മള് ചെറിയ ചെറിയ ഇയേഴ്സുകൾ ഓർത്ത് വെച്ചേക്കാം. പിന്നെ വീണ്ടും എന്താ പറയാ, ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു ഭേദഗതി അത് എങ്ങനെയാണ് ഇത് ചോദിക്കാന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പ്രസ്താവനകൾ വെച്ച് വരുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ബാങ്കുകളെ കുറിച്ച് ദേശസാൽക്കരണം അതേമാതിരി തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്താണ് ഏത് ഈ ബാങ്കിന്റെ കീഴിലാണെന്നുള്ളത്. ദേശസാൽക്കരിക്കപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളതുമാതിരി തന്നെ ഒരു ആസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ദേശസാൽക്കരിക്കപ്പെട്ട ഇയേഴ്സും പ്രധാനമായിട്ട് ചോദിക്കാറുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ആസ്ഥാനങ്ങൾ ഏത് ബാങ്കിന്റെ ആണെങ്കിലും വ്യത്യസ്ത പ്ലേസുകളായിരിക്കും ആസ്ഥാനം അല്ലെ. അപ്പൊ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പൊതുവെ നമ്മൾ കാണാറുണ്ട്. അത് രണ്ടും വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കുക ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? നിങ്ങൾ തന്നെ പരസ്പരം ഒന്ന് ഷെയർ. ഞാൻ ഇത്തിരി സ്പീഡിൽ എടുത്തു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഞാൻ ഇതില് ഇപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ, കിട്ടോ? ഒന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് ഇല്ലാതെ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് പഠിച്ചു പോകാം. എങ്ങനെയാ? ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ഞാൻ വായിച്ചു പോയായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ജെയിംസ് ടൈലർ ആണ് എന്താണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ. പഠിച്ചു പോവുക. ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടൈലർ ആണ്. പിന്നെ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത പിന്നെ നമ്മൾ 1949 2-3 കാര്യം പറഞ്ഞുകൂടോ? ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ദേശസാൽക്കരിച്ചത് RBI. ഓക്കെ. ഇന്ത്യൻ നോട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി സെക്യൂരിറ്റി ദണ്ഡുകൾ ഉപയോഗിച്ചു. ഓക്കെ. അശോക സ്തംഭത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തു. ചിഹ്നമുള്ള നോട്ടുകൾ അച്ചടിച്ചത്. അത് 2-3 കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഏത് പ്രഭുവായിരുന്നു ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി? റീഡിംഗ് പ്രഭു അല്ലെ? റീഡിംഗ് പ്രഭു. പിന്നെ എന്താണ് പറയുന്നത്? ഏതുവരെയുള്ള നോട്ടുകൾ അച്ചടിക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്? എത്ര വരെയുള്ള? 10,000. നമ്മള് അതിന്റെ മുദ്ര ചെയ്തിരിക്കുന്ന വൃക്ഷത്തിന്റെ പേര് എണ്ണപ്പന. പിന്നെ മൃഗത്തിന്റെ പേര് കടുവ. ഓക്കെ ഓക്കെ. പിന്നെ ഇന്ത്യയിൽ ഉദാഹരണവൽക്കരണത്തിന് തുടക്കം കുറിച്ച സമയത്ത് ഗവർണർ 1991. ആ ഗവർണറിന്റെ പേര് വെങ്കടരാമൻ. വെങ്കടരാമൻ. ആ പേരൊന്ന് ചോദിച്ചു. അതായത് വൈകല്യമുള്ളവർക്ക് കാണാൻ വൈകല്യമുള്ളവർക്കുള്ള ആ പേരെന്ന് പറഞ്ഞ മണി. അതിന്റെ ഫുൾ ഫോം എന്താണ്? നോട്ട് ഐഡന്റിഫയർ. ഓക്കെ. പിന്നെ നമ്മുടെ പലിശയുമായി ബന്ധപ്പെട്ടുള്ളത് ഇതെന്താണ്? നിരക്ക്. റിവേഴ്സ് നിരക്ക്. ഓക്കെ. പിന്നെ എത്ര കോടിയായിരുന്നു അതിന്റെ ആസ്തി? 5 കോടി. ഓക്കെ. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത്? പറഞ്ഞോ. രാമറാവു. ദെൻ കുറച്ചു കാലമാണെങ്കിൽ അമിതാവ് കോശി. ഓക്കെ. പിന്നെ എത്ര രീതിയിലുള്ള എത്ര ഇതിലുണ്ട്? 2 ഭാഷ, ഇംഗ്ലീഷ് ഹിന്ദി. ഓക്കെ. ഇനി പിന്നെ വീണ്ടും പറഞ്ഞു എന്താണ് ഏതൊക്കെ ആസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു? 4. മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഓക്കെ. ഇനി അതിന്റെ ഗവർണർ നമ്മൾ എത്ര ഡയറക്ടർ ബോർഡിന്റെ ഒരു കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി. 20 പേര്. ഒപ്പം ഗവർണർ ഉൾപ്പെടെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്, ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ 2 പേര്, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത 10 പേര്, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ 4 പേര്. ഓക്കെ.
ഒപ്പം നമ്മുടെ ഗവർണറെ ഒഴിച്ചുകൂടരുത് ഗവർണർ. ഇപ്പോഴത്തെ ഗവർണറിന്റെ പേര് ശക്തിദാസ്. ഓക്കെ, 4 വ്യക്തികളുടെ പേര് ഞാൻ അതിനൊപ്പം പറഞ്ഞല്ലോ. ഡെപ്യൂട്ടി ഗവർണറായ വ്യക്തികളുടെ പേര് രാജശേഖര റാവു, ജെ സ്വാമിനാഥ്, സ്വാമിനാഥ്, ടി രവിശങ്കർ, എം.സി. പത്ര. ഓക്കെ, നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു അല്ലെ. ഇങ്ങനെ പഠിച്ചു പോവുകയാണെന്നാണ് എളുപ്പം അല്ലെ, നല്ലത് അതാണ്. നമുക്കപ്പോ ഒന്ന് ക്ലാസ് കേൾക്കുകയും ചെയ്ത് പഠിച്ചു എന്നുള്ള സംതൃപ്തി വരികയും ചെയ്യും അല്ലെ. ഇങ്ങനെ പോണ തന്നെയല്ലേ നല്ലത്. ദേശസാൽക്കരിക്കപ്പെട്ടപ്പോൾ ഉള്ള ഗവർണറിന്റെ പേരൊന്ന് പറയൂ. അത് ദേശ്മുഖ് അല്ലെ, ദേശ്മുഖ് അല്ലേ നമ്മുടെ ഗവൺമെന്റ്. എനിക്ക് മാറിപ്പോകരുത്, നിങ്ങൾക്കും മാർക്ക് പോകരുത്. ദേശസാൽക്കരിക്കപ്പെട്ടിരുന്ന ടൈമില് ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? സിന്ധി ദേശ്മുഖ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കിയ സമയത്തെ RBI ഗവർണർ സിന്ധി ദേശ്മുഖ്. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് എന്തായാലും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാല്ലേ. അപ്പൊ കുറച്ചും കൂടി ബാങ്കിന്റെ പോർഷൻസ് കവർ ചെയ്യാനില്ലേ? ഇത് തന്നെ മതിയില്ലേ? മതിയോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് ദേശസാൽക്കരിക്കപ്പെട്ടതും നിങ്ങളുടെ ആ ഇയേഴ്സും ഒക്കെ ഒന്ന് ഞങ്ങൾക്ക് നോക്കാം. പിന്നെ ഞാൻ ഒരു പരീക്ഷയുടെ കാര്യം അല്ലേ, അതും ഞാൻ എന്തായാലും നോട്ട് ചെയ്തിട്ട് ഒന്നുകൂടി പറയാം. അതിലെ നിർവചനം മാത്രം ഞാൻ അങ്ങനെ ക്യാച്ച് ചെയ്തെടുത്തതാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് നോക്കാം എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. മിസ്